കൂറ്റനാട് ആദംകുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നു. രാത്രി 9 മണി കഴിഞ്ഞാൽ ഇരുട്ടിലാകുന്ന ബസ് സ്റ്റാൻഡ് പരിസരം ഇപ്പോൾ ലഹരി വിൽപ്പനക്കാരുടെയും ഉപഭോക്താക്കളുടെയും താവളമായി മാറി. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മാരക ലഹരി മരുന്നുകളുമായി 5 യുവാക്കളെ ചാലിശ്ശേരി പോലീസ് പിടികൂടിയിരുന്നു. രാത്രി 9 മണിയോടെ ദീർഘദൂര ബസ്സുകൾ കയറാത്തതിനാൽ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരം പൂർണ്ണമായും വിജനമാകും. ഈ സമയത്താണ് ലഹരി സംഘങ്ങൾ ഇവിടെ സജീവമാകുന്നത്. കഴിഞ്ഞ ദിവസം കൂറ്റനാട് കൊപ്പം സ്വദേശികളായ 5 യുവാക്കളെയാണ് ചാലിശ്ശേരി പോലീസ് ഇവിടെ നിന്നും മിന്നൽ പരിശോധനയിലൂടെ പിടികൂടിയത്. ഇവരിൽ നിന്നും കഞ്ചാവും MDMAയും പോലീസ് കണ്ടെടുത്തു. ലഹരി വിൽപ്പനക്കാരിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങാൻ എത്തിയതായിരുന്നു യുവാക്കൾ എന്നാണ് സൂചന. എന്നാൽ പോലീസ് സംഘത്തെ കണ്ടതോടെ ലഹരി കച്ചവടക്കാർ തന്ത്രപൂർവ്വം സ്ഥലത്തുനിന്നും രക്ഷപ്പെടുകയായിരുന്നു. പിടിയിലായ പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതാണ് ലഹരി മാഫിയയ്ക്ക് വലിയ തുണയാകുന്നത്. ഇതിനു പുറമെ ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലുള്ള ആളൊഴിഞ്ഞ വഴിയിലൂടെ കൂറ്റനാട് സെന്ററിൽ കയറാതെ തൃത്താല റോഡിലേക്ക് എളുപ്പത്തിൽ കടക്കാമെന്നതും സാമൂഹ്യവിരുദ്ധർക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നുണ്ട്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ലഹരി സംഘങ്ങൾ ഉപയോഗിക്കുന്നത് ഈ വഴിയാണ്. പ്രദേശത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും അതിരുകടന്നതോടെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാത്രികാല പോലീസ് പരിശോധന വേണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമായിരിക്കുകയാണ്. സമാധാനപരമായ ജനജീവിതത്തിന് ഭീഷണിയാകുന്ന ലഹരി വിപത്തിനെതിരെ അധികൃതർ അടിയന്തരമായി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.